താടി കണ്ടിട്ട് അപ്പനാണെന്ന് മനസ്സിലായില്ലേ? എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. പഴയ ഓർമ്മകൾ പുതുക്കാനും പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാനുമാണ് ഇവിടെ എത്തിച്ചേരാൻ സമയമെടുത്തു വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല തുടക്കത്തിനായി നമുക്ക് പ്രാർത്ഥനയോടെ ഈ സംഗമം ആരംഭിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഗതം പറയണം എന്ന് പറഞ്ഞ് എന്ത് പറയണം, എല്ലാവരെയും കൂടെ കണ്ടിട്ട് ആകെ ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റിലാണ് ശരിക്കും. ഞങ്ങള് 3-4 പേര്, ഞാനും രാജീവും പ്രമോദും വിദ്യയൊക്കെ തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും ഒക്കെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒത്തുകൂടാറുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കാണാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെയാണ് വിദ്യ സഞ്ജീവിനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഈ ഞങ്ങളുടെ ജനറേഷനല്ല, ഞങ്ങൾക്ക് മുമ്പുള്ള ജനറേഷനും ഞങ്ങളുടെ കഴിഞ്ഞിട്ടുള്ള 5th ജനറേഷൻ, ഞങ്ങളുടെ മക്കളും എല്ലാം ഭയങ്കരമായിട്ട് ഇതിനെ സപ്പോർട്ട് തന്നിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. 4 കുടുംബങ്ങൾ ചേർന്നിട്ടുള്ളതാണ് പാണ്ഡവത്ത് കുടുംബം. അതിനകത്ത് ബാക്കി 3 കുടുംബങ്ങളും ഇത്രയും ആളുകളുള്ള കുടുംബമല്ല. അപ്പൊ അവർക്കൊക്കെ തമ്മിൽ അറിയാം, എല്ലാവർക്കും നമുക്കും അവരെ അറിയാം. പക്ഷെ നമ്മുടെ ഒരു ബ്രാഞ്ചാണ് ഇത്രയും വലുതായതുകൊണ്ട് നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇനി ഇത് അറിയയില്ല, പലരെ കുറിച്ചും അറിയില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇതൊരു പരിചയപ്പെടുത്തലുമായിരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അപ്പൂപ്പന്മാരെ, അപ്പൂപ്പന്മാരെ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒന്നും 7 അയലത്ത് സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലോ നമ്മൾ എത്തുന്നില്ല എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അതിൽ നിന്നും നമുക്കൊക്കെ ഉൾക്കൊള്ളാനും പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ പറയുമ്പോൾ നമ്മൾ തലക്കൊട്ടാരത്തിലെയാണ് അല്ലെങ്കിൽ പാണ്ഡവത്തിലാണെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളാതെ അവര് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ 4 പേർ ചേർന്ന് കൂടുമ്പം ഞങ്ങൾക്കുണ്ടായിരുന്നത് ഇത് നമ്മളൊരു സൗഹൃദത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന സാമൂഹികമായ പ്രവർത്തനങ്ങൾ, അതിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടി കഴിയണം. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടു, ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ ആയി. അപ്പം ഇനി അങ്ങോട്ട് സജഷൻസും ഇതുമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല ചർച്ചകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ഇതോടുകൂടി മാത്രം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.
പ്രകാശനം ചെയ്തിട്ടുണ്ട്. നേരത്തെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. അതിതാണ് ബുക്ക്. അമ്മയെ മിസ് ചെയ്യുന്നു, ഭയങ്കര സങ്കടമുണ്ട്. അമ്മയ്ക്ക് ഈ അമ്മയുടെ കുടുംബാംഗങ്ങളെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതാണ്. അമ്മ എപ്പോഴും അമ്മയുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് പരസ്പരം, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് അത് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്കും എൻ്റെ ഈ തറയിക്കോട്ടത്തിലെ എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം പല്ലര വെച്ച് കുടുംബസംഗമം നടത്തിയപ്പോൾ അമ്മയുടെ വിവാഹം നടന്ന ആ വീട്ടിൽ വെച്ചായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ താമസിച്ചു. അമ്മ ഭയങ്കര സന്തോഷവതിയായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ എല്ലാവരോടും ഒത്തു കൂടുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. 15-ാമത്തെ വയസ്സിൽ ഒരു കൊലപ്പുള്ളിയെ വിവാഹം ചെയ്ത അമ്മയെക്കുറിച്ച് ഉള്ള ഓർമ്മകളും ഒരുപാട് എനിക്ക് അച്ഛൻ പോയപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. അപ്പം അന്ന് എനിക്ക് അമ്മ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിറയ്ക്കുന്നു. അമ്മ കൂടെ ഇല്ലാത്തത് എനിക്ക് വലിയൊരു സങ്കടമുള്ള ഒരു കാര്യമാണ്. ഈ പുസ്തകം മുഴുക്കെ അച്ഛനെയും അമ്മയെയും കുറിച്ചുള്ള ഓർമ്മകളും എന്നൊക്കെയായിട്ട് അവധി സമയത്ത് വന്ന് താമസിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും എഴുതിയിരിക്കുന്നത്. അക്കയുടെ മനസ്സ് മുഴുവൻ ഉണ്ട് അതിനകത്ത്. അതാണ് ഇപ്പം ആ വർത്താനം പറയുമ്പോൾ ഇത്രയും വിഷമം വരുന്നതിന്റെ കാര്യമാണ്. ശരിയൊക്കെ എനിക്ക് അധികം പ്രായമൊന്നുമില്ലെങ്കിലും 4ാം തലമുറയിൽപ്പെട്ട ഏറ്റവും മുതിർന്ന ആൾ ഞാനാണെന്ന് ചിലരൊക്കെ പറയുന്നു. ഈ ഒത്തുചേരലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുന്നു. അമ്മൂമ്മയ്ക്ക് ഈ എല്ലാരെ കുറിച്ച് അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു. മാത്രമല്ല വളരെ വലിയ സ്നേഹം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം ഞങ്ങളുടെ അമ്മൂമ്മയ്ക്കായി. മാത്രമല്ല അമ്മൂമ്മ ഈ ഏറ്റവും മുതിർന്ന സഹോദരനോടൊക്കെ അമ്മൂമ്മയുടെ ഏറ്റവും മൂത്താളിന്റെ പേര് ശങ്കരൻ, അടുത്ത ആള് നാരായണൻ, കൊച്ചുമകൻ തമ്പി. അതായത് അമ്മയുടെ ഏറ്റവും മൂത്ത ആങ്ങളയോടുള്ള ഒരു വലിയ ഒരു ആദരവിന്റെ ഇഷ്ടത്തിന്റെ ഒക്കെ സൂചകമായിട്ട് അമ്മൂമ്മ മക്കളുടെ പേരൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് എന്റെ അമ്മയ്ക്ക് ദോഷം പറയായിരുന്നല്ലോ. എല്ലാരെയും അറിയായിരുന്നു. മാത്രമല്ല പഴയ ചില ഗതകാല സ്മരണകളൊക്കെ പറയുകയും ചെയ്യുമായിരുന്നു. പിന്നെ എന്റെ അമ്മയുടെ ഒരു പ്രശ്നം, ഞങ്ങളൊന്നും നിങ്ങളുമായിട്ട് ഒരു അടുപ്പമില്ലാതെ പോകാൻ കാരണം എന്റെ അമ്മയ്ക്ക് അറിയാമല്ലോ, ഒരു 33 വയസ്സുള്ളപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നിങ്ങളുമായിട്ട് ആരുമായിട്ടും പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇനിയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ പരിഗണന നിങ്ങൾ തരണം. കാര്യം എന്താ അറിയാം, വൈകിപ്പോയ അടുത്ത തലമുറ ഇതറിയണം. ഇനി 6th ജനറേഷൻ വരെ ഇവിടെ ശരിക്കും. അപ്പം അടുത്ത തലമുറ നമ്മുടെ അപ്പന്മാരെയും അമ്മൂമ്മമാരെയും ഒക്കെ തന്നെ അറിയണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ചെറിയൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളം ജാതി മേൽക്കോയ്മയുടെ കടുങ്കട്ടിൽപ്പെട്ടിരുന്ന കാലത്താണ് മൂലം തിരുനാൾ രാമവർമ്മ വലിയരാജ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അദ്ദേഹം മഹാനായ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. ജാതീയവും സാമ്പത്തികവുമായ എല്ലാത്തരം വേർതിരിവുകൾക്കും എതിരായിരുന്നു അദ്ദേഹം. എങ്കിലും എൻ്റെ മക്കളെ എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അവർക്ക് മൊത്തം കൺഫ്യൂഷനാണ്. കാരണം ഇത്രയും പേരുള്ളതുകൊണ്ടേ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് കാണിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ നമുക്കിപ്പം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതിന് വളരെ സന്തോഷം. കുടുംബത്തിലൊക്കെ വന്ന് ജനിക്കാൻ പറ്റിയതിലെ അഭിമാനമായി. ഞങ്ങളുടെ ഈ ജനറേഷനും അടുത്ത ജനറേഷനും ഒക്കെ ഈ ഒരു വീഡിയോ എത്രമാത്രം ഉപകാരമായിരുന്നു. നിലാവിൻ്റെ നീലഭസ്മ കുറിഞ്ഞവളേ, കാതിരോല കമ്മരിട്ടു കുടുങ്ങിപ്പവളേ, ഏതപൂർവതവസ്സിനാൽ ഞാൻ സ്വന്തമാക്കി രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം.
കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ ഗമപപ്പ 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 ഇതിലപ്പ ഗമപപ്പ ഗമപപ്പ സപ്പ ഗമപപ്പ പമദത്ത പരമഗരി മഗരി വരിക നമുക്കൊക്കെ ഇങ്ങനെ സംഘടിക്കണം, അവരെ കണ്ടുപഠിക്കണം എന്നാണ്. ഒലീനമ്മച്ച 60ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ച കക്ഷിയാണ്. എനിക്ക് 97 മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഡ്രൈവ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കസിൻസ് മാത്രം എന്ന് വിചാരിച്ചു, പിന്നെ ഞങ്ങളുടെ ഫാമിലി എന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾ വരണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇതിനകത്തുനിന്ന്. അതുകൊണ്ടാണ് സ്വസ്തി 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 സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ ദേവകളെ മാമുനിമാരേ. അവർ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ അവരുടെ പേര് വന്നതാണ്. ആക്ച്വലി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ഫാമിലി ട്രീ ആണിത്. അപ്പം എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്യാതെ ഞാൻ 2017 സ്റ്റാർട്ട് ചെയ്തൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് ഈ ഫാമിലി ട്രീ ക്രിയേഷൻ പോസിബിൾ ആക്കിയത്. അപ്പൊ ഇത് നമുക്ക് അംഗീകരിക്കാമെന്ന് തോന്നുന്നല്ലേ, ഈ ഒരു കമ്മിറ്റിയും ഈ ഒരു ലീഡർഷിപ്പും. ഇതിപ്പം ഞങ്ങള് 4-5 പേര് ചേർന്നിട്ട് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടാണ് വിദ്യയും രാജീവും ഒക്കെ തന്നെ വരട്ടെ എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. അടുത്ത ഇത് തൊട്ട് നമുക്ക് പുതുമുഖങ്ങൾ വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ കൂടുതൽ ആളുകൾക്ക് എക്സ്പോഷർ കൊടുത്ത് കൂടുതൽ ആളുകൾ വരണം എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയും വലിയ ടേൺ ഔട്ട് കണ്ടത് കൊണ്ട് എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണത്. എല്ലാവരും മാക്സിമം ഇതിനകത്ത് സഹകരിക്കണം. എന്നാൽ ഇതൊരു എന്താ പറയാ, ഒരു ബ്യൂട്ടിഫുൾ പരിപാടിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരും മധുരാപുരി സദന മൃദുവദന
നേത്രവള കാരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. Dedicated to my mother, Kurina Isami. Sambung romantic. मेरी सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया. അടുത്ത വർഷം പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാം, നിങ്ങൾ നടത്തുമെങ്കിൽ. എല്ലാത്തിനും എല്ലാം നന്നായി നടക്കുമെന്ന് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നിർത്താതെ 5 തവണ പറയാം. എണ്ണൂരുള്ളി വാലുള്ളി, എണ്ണൂരുള്ളി വാലുള്ളി, എണ്ണൂരുള്ളി വാലുള്ളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുക. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായി ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോ. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒന്ന് കൂടിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും ശരിയാവത്തില്ല, പക്ഷെ ഇത് ഭയങ്കര വിജയമായി പോയി. നമ്മൾ അതിഗംഭീരമായിട്ട് അടുത്ത വർഷം നമ്മുടെ കൊല്ലത്ത് വെച്ച് കണ്ടുപിടിക്കണം.